നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരായിട്ട് പൊങ്ങുന്ന ഉയർന്നു വരുന്ന എല്ലാ അണലികളെയും തീക്കകത്ത് കുടഞ്ഞു കളയണം. ഒന്നും സംഭവിക്കത്തില്ല. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവരും സ്വാഗതം. പെട്ടെന്ന് നടക്കുന്ന ദൈവപ്രവൃത്തികളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുന്ന, നമ്മുടെ ജീവനോടുള്ള ബന്ധത്തിൽ കടന്നു വരുന്ന ചില ഇരുട്ടിൻ്റെ ശക്തികളെ തകർക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവൻ്റെ ദേവനെന്ന് പറഞ്ഞു. നോക്കിയേ, അവിടെ പറയുന്നൊരു പദമുണ്ട്, ഇവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല. ആരാണ്? ആ ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തി. പക്ഷേ ആ ദേശശക്തിയെക്കാട്ടിൽ വലിയതൊന്നാ പൗലോസ് വഹിച്ചുകൊണ്ട് നടക്കുന്നത് അഭിഷേകം. അതെ, എനിക്ക് നിങ്ങൾക്കും ആ ബോധ്യമുണ്ടോ? നമ്മൾ വഹിക്കുന്ന അഭിഷേകത്തിന് ഉലകത്തിലുള്ള എല്ലാത്തിനെക്കാട്ടിലും വിലയുണ്ട്, വലുതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ആ ബോധ്യമുണ്ടായ പൗലോസ് അവൻ്റെ കയ്യെ പറ്റിപ്പിടിച്ച അണലിയെ തീക്കകത്തേക്ക് കുടഞ്ഞു കളയുകയാണ്. തണുപ്പ് പറ്റിപ്പിടിച്ചൊരനുഭവത്തിലാണ് ഈ ഒരു ആത്മീക ശുശ്രൂഷ പൗലോസ് ആരംഭിക്കുന്നത്. വിറക് ജനത്തെ കാണിക്കുന്നു, തീ വചനത്തെ കാണിക്കുന്നു. എൻ്റെ ജനത്തെ ഞാൻ വിറകാക്കും, എൻ്റെ വചനത്തെ ഞാൻ തീയാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ആത്മീക ശുശ്രൂഷയ്ക്കാണ് പൗലോസ് ഇവിടെ തയ്യാറെടുക്കുന്നത്. ആ ശുശ്രൂഷ ചെയ്യാൻ അവനെ സഹായിക്കത്തില്ല, അവനെ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഏത് കൈകൊണ്ട് രോഗികളെ സൗഖ്യമാക്കുമോ, ഏത് കൈകൊണ്ട് പൈശാചിക ശക്തികളെ മേൽ ശുശ്രൂഷ വെളിപ്പെടുത്തുമോ, അതേ കയ്യേല അണലി കയ്യെ തൂങ്ങിയത്. പ്രിയ ദൈവമക്കളെ, മനസ്സിലായിക്കോണം, ഒരു ആത്മീക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളും ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം പ്രബലപ്പെടുന്നത് ആ ശുശ്രൂഷയെ തടയാൻ വരുന്ന ശക്തികളായിരിക്കും. പക്ഷെ നമ്മളത് കണ്ടിട്ട് ഭാരപ്പെട്ടു പോകരുത്. പിന്നെയോ അതിനെ തീക്കകത്ത് കുടഞ്ഞു കളയണം. തീക്കകത്തെ കുടയാവും. ശ്വാസിച്ചാലോ അടിച്ചാലോ ഓടിച്ചാലോ പോയാൽ പിന്നെയും വരും. പക്ഷേ തീക്കകത്ത് കുടഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് തലപ്പൊക്കത്തില്ല. ദോഷമൊന്നും പറ്റിയില്ല. ദോഷം പറ്റാനാ, ജീവിച്ചിരിക്കാൻ സമ്മതിക്കാതെ വേണം ദോഷം പറ്റാനാ അത് ചെയ്തത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവന് കൂട്ടുനിന്നു. കാരണം എന്താ? പൗലോസ് കേട്ടൊരു വാഗ്ദത്തമുണ്ട്, ധൈര്യമായിട്ടിരിക്കുക, നീ യെരൂശലേമിൽ എൻ്റെ സാക്ഷി ആയതുപോലെ റോമയിലും എൻ്റെ സാക്ഷിയാകും. 28-ാം അധ്യായം അവസാനിക്കുന്നത്, ആമേൻ, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെ കൈക്കൊണ്ടെന്നുള്ളതാണ്. അവൻ റോമയിലെത്തുവാൻ ഹല്ലേലൂയ ഇടയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ കേട്ട വാഗ്ദത്തത്തിനെതിരായിട്ട് ഇടയ്ക്ക് വരുന്ന ചില പ്രതികൂലങ്ങൾ, അത് നിന്നെ തകർക്കാനാ, ദൃഷ്ടി മാറ്റാനാ, അതിലേക്ക് ഫോക്കസ് ചെയ്യിക്കാനാ. പക്ഷേ ദൈവം പറഞ്ഞ ദൂതുകൾ, ദൈവം പറഞ്ഞ ആലോചനകൾ എനിക്ക് നിങ്ങൾക്ക് കൈമുതലായിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും ഉരുവിടുക. ഞാൻ റോമയിലെത്തും. എന്നോട് കേട്ട വാഗ്ദത്തം സംഭവിക്കും. എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്ത് സംഭവിച്ചു? അവൻ വീർത്തില്ല, അവൻ ചത്തു വീണില്ല, അവൻ ആപത്തൊന്നും പറ്റിയില്ല. ആൾക്കാരെല്ലാം പറയുകയാണ്, ഇവനൊരു ദൈവവൈതലാണ്, ഇവനൊരു ദേവനാണ്. കണ്ടോ, നമ്മുടെ ദേവി ജീവിച്ചിരിക്കാൻ ഇവനെ സമ്മതിക്കുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, പൗലോസിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അവനൊരു ദൈവ പൈതൽ എന്നുള്ള രീതിയിലുള്ള സാക്ഷ്യം കൊടുത്തു. അങ്ങനെ പൗലോസ് പറയുന്ന വാക്കുകൾ ദൈവിക വാക്കുകളായിട്ട് മാറി. അവിടുത്തെ പ്രമാണിമാരുൾപ്പെടെ, പുബ്ലിയോസ് എന്ന് പറയുന്ന പ്രമാണി ഉൾപ്പെടെ സ്നാനപ്പെട്ട് ആ ദേശം മുഴുവനും കർത്താവിലേക്ക് തിരിയാൻ മുഖാന്തരമായെങ്കിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രതികൂലങ്ങൾ സുവിശേഷത്തോളം ബന്ധത്തിൽ വരുന്നതാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ നേരെ വഴക്കുണ്ടാക്കാൻ പോകാതെ, അതിനെ നേരെ ഹല്ലേലൂയ കയർക്കാൻ പോകാതെ, ആമേൻ, ദൈവസന്നി ഊർജ്ജം സംഭരിച്ച് തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞ് ഒരു ജയജീവിതം നയിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ ഒരു ദൈവപ്രവൃത്തി കാണും, സുനിശ്ചിതം, ഒരു സംശയമില്ല. ആ കർത്തവ്യങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൈവദൂത് വചനം ആത്മാവിൽ ഞങ്ങളെ സ്വീകരിക്കുന്നു. ദൈവാത്മാവാ ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. എളിയവനോടൊപ്പം ഈ സന്ദേശത്തെ പങ്കുചേരുന്ന എല്ലാവരുടെ മേലും ദൈവ വിടുതൽ വ്യാപരിക്കട്ടെ.
അത്ഭുതങ്ങൾ സംഭവിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.